ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി ശക്തമാക്കിയാണ് വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ ലീഗിനെ അവഗണിച്ചുവെന്നും തലമുറ മാറ്റം പുരുഷന്മാർക്ക് ബാധകമല്ലേ എന്നും നൂർബിന ചോദിക്കുന്നു. ഫാത്തിമ തഹ്ലിയയൊന്നും വനിതാ ലീഗിന്റെ മുഖമല്ലെന്നും അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ വിമർശനം ഉന്നയിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ വെട്ടുകിളി കൂട്ടത്തെ ഭയക്കുന്നില്ലെന്നും നൂർബിന പറഞ്ഞു. വളരെ കടുപ്പിച്ചു തന്നെയാണ് അവരുടെ വാക്കുകൾ. എന്നൊരു വ്യക്തിയല്ല ഞങ്ങൾ പറയുന്നത്. വനിതാ ലീഗിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എൻ്റെ വനിതാ ലീഗ് അംഗങ്ങൾ പാവങ്ങളാണ്. അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. തലമുറ മാറ്റ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം വനിതാ ലീഗിന് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നു. നൂർബിന റഷീദ് എന്ന വ്യക്തിക്ക് വേണ്ടിയല്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്, സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വനിതാ ലീഗ് അണികളെ അവരുടെ വേദന പൊതുസമൂഹവുമായി പങ്കുവച്ചിട്ടില്ലെങ്കിൽ എന്നെ സ്ഥാനത്തിരുത്തിയവർക്ക് അവിടെ ചെയ്യുന്ന ഒരു അനീതിയാണ്. പ്രസ് മീറ്റ് നടത്തി പരസ്യമായി തങ്ങളെ അധിക്ഷേപിച്ച ഒരു കീഴ്വഴക്കം നമ്മുടെ മുന്നിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാൻ അതൊന്നല്ലല്ലോ ചെയ്യുന്നത്. അസ്ലം വീണ്ടും ചെയ്യുന്നു. അസ്ലം, ഇത് നൂർബിന റഷീദ് സംസാരിക്കുന്നത് സുഹ്റ മമ്പാടിന് വേണ്ടിയാണോ? ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിൽ വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് പറയുന്ന ആദ്യഘട്ടത്തിലെ പേര് സുഹ്റ മമ്പാട്ടെ ആയിരുന്നു. തിരുവങ്ങാടി സുഹ്റ മമ്പാട്ടെ മത്സരിക്കും. തിരുവങ്ങാടി മറ്റ് കുറച്ചുകൂടി വനിതാ ഒരു കാൻഡിഡേറ്റ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണെന്ന് അതുകൊണ്ട് തന്നെ സുഹ്റ മമ്പാടിന് ഇത്തവണ നൽകുമെന്നുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ പിന്നീട് ചർച്ചകൾ വഴിമാറുകയും അതിൽ ജയന്തി രാജൻ എന്ന് പറയുന്ന ഒരു നേതാവ്, അത് ഈ വനിതാ നേതാവ് അല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല, കാരണം അവർ വനിതാ ലീഗിന്റെ തന്നെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ലീഗിന്റെ ഒരു ദേശീയ സെക്രട്ടറിയായി മാറി എന്നുള്ളതാണ് വസ്തുത. അതേസമയം വനിതാ ലീഗിന്റെ നിലവിൽ ഭാരവാഹി അല്ലെങ്കിൽ പോലും വനിതാ ലീഗിലൂടെ തന്നെയാണ് അവർ ശരിക്കും വന്നത്. അവരും ജനപ്രതിയായി വന്ന് ആർത്തിൽ സജീവമായ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ജയന്തി രാജനെ ആർത്തിൽ പരിഗണിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് സുഹ്റ മമ്പാടിന് സീറ്റ് ഇഷ്ടപ്പെടുന്നത്. ഫാത്തിമ തഹ്ലിയ ഒരു യങ്സ്റ്റർ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഒരു നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭൂരിപക്ഷം വരുമ്പോൾ 2000-ലേക്കും ഭൂരിപക്ഷത്തിലാണ് ഒരു കോർപ്പറേഷൻ വാർഡിൽ നിന്ന് തഹ്ലിയ ജയിക്കുന്നത്. അർത്ഥത്തിൽ ഒരു പബ്ലിക് അപ്പീൽ ഉള്ള ഒരാൾ. അതുകൊണ്ട് തരത്തിൽ ഒരു മുതിർന്ന സ്ത്രീ വനിതയ്ക്കും അതോടൊപ്പം തന്നെ ഒരു യുവ വനിതയ്ക്കും നൽകുക എന്നുള്ളത് സാധിക്കില്ല തങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലാണ് തഹ്ലിയയ്ക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അവസാനഘട്ട സീറ്റ് ചർച്ചയുടെ ഭാഗമായിട്ടാണ്. കോഴിക്കോട് സൗത്തിലാണ് ഒരു പക്ഷേ അവരുടെ പേര് അന്തിമ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനത്തെ ഒരു ചർച്ചയിലാണ് ശരിക്കും പേരാമ്പ്രയിലേക്ക് വരുന്നത്. പേരാമ്പ്രയെ സംബന്ധിച്ചോളം പേരാമ്പ്രയിൽ ഒരു നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് തഹ്ലിയ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ സുഹ്റ മമ്പാടിന് സീറ്റ് നൽകാത്തതിൽ വനിതാ ലീഗിന്റെ നിലവിലെ ഭാരവാഹികൾക്ക് സീറ്റ് നൽകാത്തുള്ള അതിർത്തിയാണ് നൂർബിന റഷീദ് പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ ലീഗിന് ആ വിഷയത്തിൽ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വനിതാ ലീഗിന്റെ ഒരാൾക്കും അതോടൊപ്പം തന്നെ യുവനേതയ്ക്കും നൽകിയെന്നുള്ള പ്രാധാന്യം പറഞ്ഞ ഒരു പക്ഷേ ഒരു തൃപ്തികരമായ അണികൾക്ക് വിശദീകരണം നൽകാൻ കഴിയുന്നൊരവസ്ഥ ഈ കാര്യത്തിലുണ്ട്. പക്ഷേ PMS അമീറിന്റെ കാര്യത്തിൽ സ്വാഭാവികമായും ചില അതിർത്തി അതിനകത്തുണ്ടാവുകയും ചെയ്യും. ഇതിൽ നോക്കൂ, നന്ദി അസ്ലം. ഒരു കാര്യം കഴിഞ്ഞ ദിവസം സക്കറിയ പറഞ്ഞു, അതായത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പുതിയൊരു മാറ്റം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി കാണുന്നത് ഈ പെൺകുട്ടികൾ ധാരാളമായി ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഉയർന്നു വരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ. അപ്പോൾ അതിനെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അങ്ങനെ ഉയർന്നു വരുന്ന പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് ഒരുപക്ഷെ ഫാത്തിമ തഹ്ലിയയൊക്കെ ആളുകൾ കാണുന്നുണ്ടാവുക. അത് കേവലമായ ഒരു ലീഗിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന നിലയിൽ മാത്രമല്ല, അതിലുപരിയായിട്ട് പൊതുസ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ്.